ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്നൊരു അടിപൊളി പച്ചക്കറി തീയൽ ഉണ്ടാക്കിയാലോ. ഈ പച്ചക്കറി തീയലിൽ ഒരുപാട് കഷ്ണങ്ങളുണ്ടാവും കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ ഒരു പച്ചക്കറി കടയിലേക്ക് നോക്കിയതുപോലത്തെ ഒരു ഫീൽ ഉണ്ടാവും. അപ്പോൾ ഒരു ചട്ടി എടുപ്പത്തേക്ക് വെച്ചെടുക്കുക, അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ചിരകിയ തേങ്ങയില്ല, അത് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വറുത്തെടുക്കാവേ. ലൈറ്റ് ബ്രൗൺ നിറമാകുന്നിടം വരെ ഒന്ന് വറുത്ത് കൊടുക്കാം. എന്നിട്ട് തീ ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് നമ്മുടെ പൊടികളായ വലിയ ജീരകത്തിൻ്റെ പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടിയും ചേർത്ത് മിക്സ് ചെയ്ത് ഒന്നുകൂടി ഒന്ന് വറുത്ത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാവേ. ഇനി അതേ ചട്ടി തന്നെ കഴുകി എടുത്തിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം, കടുകിട്ട് കൊടുക്കാം, വേപ്പില, ഉണക്കമുളക് ഇട്ട് പൊട്ടി വരുമ്പോൾ അതിലേക്ക് സവാള കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ആ സമയം നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. സവാളയ്ക്ക് പകരം ചെറിയ ഉള്ളി ഉപയോഗിക്കാം കേട്ടോ. ഇതേ നമ്മുടെ പച്ചക്കറി കഷ്ണങ്ങളെല്ലാം കട്ട് ചെയ്ത് ചേർത്ത് ഒരു മുളകും കട്ട് ചെയ്ത് പുളിവെള്ളം പിഴിഞ്ഞത് ഒഴിച്ച് പാകത്തിനുള്ള വെള്ളം ചേർത്ത് നമുക്ക് മൂടി വെച്ചൊന്ന് തിളപ്പിക്കാം. ഇതേ തിളച്ച് വന്നിട്ടുണ്ട്. ഹാഫ് വേവ് മതി കേട്ടോ. ആ സമയത്ത് നമുക്ക് വെണ്ടയ്ക്കയും തക്കാളിയും ചേർത്തിട്ടില്ല, അത് നമുക്കിതിലേക്ക് ഈ ടൈമിലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ചേർത്ത് കൊടുത്ത് പാകത്തിന് വെള്ളം ചേർത്ത് ഒന്നുകൂടി ഒന്ന് മൂടി വെച്ച് തിളപ്പിച്ചെടുക്കാം. ഈ സമയം നമുക്ക് വറുത്ത് മാറ്റി വെച്ചിരുന്ന തേങ്ങയുടെ കൂട്ട് അരച്ച് പേസ്റ്റ് രൂപത്തിലാക്കി അതും ചേർത്ത് തിളപ്പിച്ച് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി പച്ചക്കറി തീയൽ റെഡി ആയിട്ടും. അപ്പോൾ നമുക്കിനിയും പുതിയ വീഡിയോസായിട്ട് വീണ്ടും കാണാമേ. ബൈ.